സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ CPM സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ SIR നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഹർജി ഫയൽ ചെയ്തത്. ബാലഗോപാൽ വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. സർക്കാർ ചീഫ് സെക്രട്ടറി ഇത്തരത്തിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട്, റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം ഇപ്പോൾ CPM-ഉം അങ്ങനെ ഒരു ഹർജിയുമായി സമീപിച്ചിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഈ ഹർജി ഫയൽ ചെയ്തിട്ടുമുള്ളത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ SIR അടിയന്തരമായി നിർത്തിവെക്കാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അഭിഭാഷകനായ G പ്രകാശ് മുഖേനയാണ് MV ഗോവിന്ദൻ ഈ ഹർജി കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പും ഈ SIR-ഉം ഒരേ സമയം നടത്തുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നും അത് ഈ SIR പ്രക്രിയയെ പൂർണ്ണമായി തന്നെ അതിന്റെ അതായത് ഒരു കൃത്യവും വ്യക്തവുമായ ഒരു വോട്ടർ പട്ടിക സൃഷ്ടിക്കാൻ വേണ്ടി കഴിയില്ല എന്നുമാണ് MV ഗോവിന്ദൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഈ നടപടികൾ, അതായത് കേരളത്തിലെ ഈ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ഈ ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും സുപ്രീം കോടതിയിൽ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മോദി, ശരി.